ധന്യാനി ദിനാന്തരാണി ഹരേ ത്വദാലോകനമന്തരേണ അനാഥബന്ധോ കരുണൈകസിന്ധോ ഹാഹന്ത ഹാഹന്ത കഥം നയാമി. അനാഥരായവർക്ക് ബന്ധുവും ദയയുടെ കരുണയുടെ മഹാസമുദ്രവുമായി അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, നിന്തിരുവടിയെ ദർശിക്കാൻ പറ്റാത്ത ഭാഗ്യഹീനങ്ങളായ ഈ ദിവസങ്ങളെ ഞാൻ എങ്ങനെ തള്ളി നീക്കേണ്ടു എന്ന് കവി പറയുകയാണ്. ഭഗവാന് വേണ്ടി ഒരു തുളസീദളമെങ്കിലും സമർപ്പിക്കാൻ കഴിയാത്ത, ഭഗവാനെക്കുറിച്ച് ഒരു ശ്ലോകമെങ്കിലും പറഞ്ഞു വാഴ്ത്താൻ കഴിയാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? കിമിഹ ശൃണുമഃ കസ്യ ബ്രൂമഃ കഥം കൃതമാശയാ കഥയത കഥാമന്യാം ധന്യാമഹോ ഹൃദയേശയഃ മധുരമധുരസ്മേരാകാരേ മനോനയനോത്സവേ കൃപണ കൃഷ്ണേ തൃഷ്ണാചിരം ബദലംബതേ. ഏറ്റവും മധുരവും മന്ദഹാസം പൊഴിക്കുന്നതുമായ രൂപഭംഗിയും മനസ്സിനും കണ്ണുകൾക്കും പരമാനന്ദമുളവാക്കുന്നവനുമായ ശ്രീകൃഷ്ണ ഭഗവാനിൽ എനിക്ക് വളരെ കാലമായിട്ട് ഒരു അത്യാശ വന്നിരിക്കുന്നു. ആ കുഞ്ഞിനെ, ആ താമരക്കണ്ണനെ തൻ്റെ കണ്ണുകൾ കൊണ്ട് വാരിപ്പുണരാൻ കവി ആഗ്രഹിക്കുന്നു. അതിന് ഭാഗ്യമില്ലല്ലോ എന്നോർത്ത് കവി വിലപിക്കുകയാണ്. ഇവിടെ എന്താണ് ഞാൻ കേൾക്കുന്നത്? ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത്? എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ആഗ്രഹം സഫലമാകാനായി, ആഗ്രഹം നടക്കായികൊണ്ട് ആഗ്രഹിച്ചത് മതി എന്നൊക്കെയാണ് കവിയുടെ വിലാപം. ഉണ്ണിയെ കാണാൻ കൊതിച്ച് ആ നടയിലെത്തി കാണാതെ വരാൻ ആവുമോ? കണ്ടാൽ പോലും എത്ര വേദനയോടെയാണ് യാത്ര വാങ്ങിപ്പോരുക അല്ലേ? അപ്പോൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? എപ്പോഴും ഉള്ളിലെങ്കിലും ആ ദിവ്യരൂപം സദാ കാണാകണേ പ്രഭോ. ആഭ്യാം വിലോചനാഭ്യാമംബുജദളലളിതലോചനം ബാലം ദ്വാഭ്യാമപി പരിരബ്ധും ദൂരേ മമ ഹന്ത ദൈവസാമഗ്രീ. വീണ്ടും വീണ്ടും കണ്ണനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കണ്ണുകളാൽ ആ രൂപം വാരിപ്പുണരുവാൻ കൊതിച്ച് കവി വിലപിക്കുകയാണ്. താമര ഇതളുകൾ പോലെ അഴകാർന്ന കണ്ണുകളോടുകൂടിയ ഉണ്ണികൃഷ്ണനെ എൻ്റെ ഈ രണ്ട് കണ്ണുകൊണ്ടും ആലിംഗനം ചെയ്യുവാനുള്ള ഭാഗ്യം അത് എത്ര ദൂരെയാണ്. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. ഉണ്ണി, എൻ്റെ കുഞ്ഞെ, അഴകോടെ നിറയുന്ന നീലവസന്തമേ, അവിടുന്ന് എന്നാണ് എൻ്റെ അരികിലേക്ക് വരിക? കളഭഗന്ധം നിറഞ്ഞ ആ മന്ദമാരുതൻ എന്നാണ് എൻ്റെ ചുറ്റിലും നിറയുക? നിൻ്റെ കാൽ തളിരിണയിലെ തുളസീദളങ്ങൾ എന്നാണ് എൻ്റെ കൈക്കുമ്പിളിൽ ചേർത്ത് പിടിക്കാനാവുക? വിടരുന്ന ആ താമരക്കാലം എന്നാണ് എൻ്റെയും കണ്ണുകൾക്ക് ഗോചരമായി ഭവിക്കുക? വേഗം വേഗം വന്നാലും കണ്ണാ. അശ്രാന്തസ്മിതമരുണാരുണാധരോഷ്ടം ഹർഷാദ്രദ്വിഗുണമനോജ്ഞവേണുഗീതം വിഭ്രാമ്യദ്വിപുലവിലോചനാർദ്ധമുഗ്ധം വീക്ഷിക്ഷേ തവ വദനാംബുജം ഗദാനു. ചുവന്നു തുടുത്ത ചുണ്ടുകളും ആനന്ദത്തോടെ വായിക്കയാൽ ഇരട്ടി മധുരവും മനോഹരവുമായ വേണുഗാനത്തോടുകൂടിയും എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന പാതിയടഞ്ഞ ആ വലിയ നേത്രങ്ങളും ആയി മനോഹര സുന്ദര രൂപമാർന്ന ആ വേണുഗാന ഗായകനെ, ആ നിന്തിരുവടിയുടെ മുഖപങ്കജം തനിക്ക് എന്നാണ് കാണാനിടയാവുക എന്ന് കവി പ്രാർത്ഥിക്കുന്നു. തിടുക്കമാവുകയാണ് സുന്ദര നീലബാലൻ്റെ രൂപമാവോളം നുകരുവാനായി. കണ്ണാ, ആർക്കാണ് അതിന് തിടുക്കം ഇല്ലാതെയാവുക അല്ലേ? ആ മുകിൽ വർണ്ണൻ്റെ ചേതോഹരമായ കോമള രൂപം ആരെയാണ് പ്രേമഭരിതമാക്കാത്തത്?
ആരിലാണ് ആകാംക്ഷ ഉണർത്താത്തത്? മനസ്സ് കവർന്നുകൊണ്ടും ഹൃദയം കവർന്നുകൊണ്ടും ഭഗവാനെ നീ എന്നിൽ സദാ ഉണ്ടാവണേ. ലീലായതാഭ്യാം രസശീതളാഭ്യാം നീലാരുണാഭ്യാം നയനാംബുജാഭ്യാം ആലോകയേദദ്ഭുതവിഭ്രമാഭ്യാം കാലേ കഥാ കാരുണികഃ കിശോരഃ. ശ്രീകൃഷ്ണ ഭഗവാന്റെ കരുണാകടാക്ഷം എപ്പോഴാണ് തന്നിൽ പതിക്കുക? എപ്പോഴാണ് ആ കടാക്ഷമേൽക്കാനാവുക എന്ന് ആകാംക്ഷപ്പെടുകയാണ് കവി. കുറുമ്പ് നിറഞ്ഞതും കാരുണ്യരസത്താൽ കുളിർമയുള്ളതും കറുത്തു തുടുത്തതും എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നതുമായ ആ നയനാരവിന്ദങ്ങൾ കൊണ്ട് ഏതു കാലത്താണ് എന്നെ ഒന്ന് കടാക്ഷിക്കുക എന്ന് കവി ചോദിക്കുന്നു. ഭഗവാനെ ശ്രീകൃഷ്ണചന്ദ്ര, പരമകാരുണികനായ ഭക്തവത്സല, അരവിന്ദനയന, അവിടുത്തെ കൺപീലികൾ ഇടതിങ്ങി വളർന്ന ആ വലിയ മിഴികളിൽ അഴകേറ്റുമാറ് ചിരി നിറച്ച് ദയാവായ്പിൻ്റെ ഒരു സാഗരം അതിലടക്കി എന്നും എപ്പോഴും എന്നെ നോക്കാറില്ലേ? അതുമാത്രമാണ് എൻ്റെ പ്രാണൻ്റെ ഏകശ്വാസവും ഗതിയും. ആ നോട്ടം പിൻവലിക്കരുതേ ഭഗവാനെ. ബഹുലചിഗുരഭാരം ബദ്ധപിഞ്ചാവതംസം ചപലചപലനേത്രം ചാരുബിംബാധരോഷ്ഠം മധുരമൃദുലഹാസം മന്ധരോദാരലീലം മൃഗയതി നയനം മേ